സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ്, ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനും കൂടെ ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാൻ. പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ഒരു പെരി സ്റ്റോക്കിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഇൻവെസ്റ്റേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭിമന്യുവിനെ പോലെയാണ്. അഭിമന്യുവിൻ്റെ കഥ അറിയുമായിരിക്കും. ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കിടക്കാൻ പറ്റി, പക്ഷേ പുറത്ത് കിടക്കാനുള്ള വിദ്യ അറിയില്ല. പല ട്രേഡേഴ്സും, പല അമേച്ചർ ട്രേഡേഴ്സും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. ഉള്ളിലേക്ക് കിടക്കാൻ കഴിയും, ട്രേഡിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ കഴിയും, പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ തലയൂരി പോരണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. പെനി സ്റ്റോക്കുകളുടെ കഥ ഞാൻ പറഞ്ഞതാണ്. അത് ബൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ഇനിയിപ്പോൾ തല ഉയരണം, കാരണം ലോവർ സർക്യൂട്ട് ആയ ദിവസവും എങ്ങനെ തല ഉയരണം എന്നറിയില്ല. അപ്പോൾ ഏത് ട്രേഡർ ആണെങ്കിലും ഇൻവെസ്റ്റർ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അതിനകത്ത് എൻട്രി ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും ഒരു സ്റ്റോക്കിൻ്റെ അകത്തും ഒരു ട്രേഡിൻ്റെ അകത്തും നിങ്ങൾ എൻട്രി ചെയ്യരുത്.